AAC 10G എന്ന് പറഞ്ഞ അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. AAC 10G ഇങ്ങനെയാണ് പറയുന്നത്: ദ ഓർഗനൈസേഷൻ എൻഷുവേഴ്സ് predictable service delivery by adhering to defined timeline and informs the patients or family or caregiver whenever there is a change in schedule. നമ്മളുടെ ഹോസ്പിറ്റലിൽ ലാബാകാം, റേഡിയോളജി ആകാം, ചിലപ്പം OPDയിൽ ഒരു ഫർദർ റെഫറൻസിന് പേഷ്യൻറ്റിനെ വിട്ടതാകാം. ഓരോ സർവീസിനും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം വേണമെന്ന് നമ്മൾ കുറച്ച് മുമ്പുള്ള ഒബ്ജക്റ്റീവ് എലമെൻ്റുള്ള സ്റ്റാൻഡേർഡിൽ കണ്ടതാണ്. അതൊരു പ്രഡിക്റ്റീവ് ആയിരിക്കണമെന്ന് നമ്മൾ AAC 9 കണ്ടതാണ്. സോ ഇത്തരത്തിൽ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിനെ നമ്മളുടെ ഈ ഒരു കെയർ ഗീവിങ് ടീമിന് അവയർനെസ് ഉണ്ടായിരിക്കണം. ഇനി അവിടെ എന്തെങ്കിലും വേരിയേഷൻ അതിന് സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗൈന കൺസൾട്ടേഷന് വേണ്ടിയിട്ട് OPDയിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഡോക്ടർ പെട്ടെന്നൊരു എമർജൻസി ഡെലിവറിക്കായിട്ട് പോയി. സോ അവിടെ ഡിലേ ഉണ്ടാകും എന്നത് അവിടുത്തെ ഇൻചാർജിന് ഈ ഒരു ക്രോസ് റെഫറൻസ് വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഇൻഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അനാവശ്യമായി ഈ IPയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ ഒരു വീൽ ചെയറിലിരുത്തി അവിടെ വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതർവൈസ് ഈ ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്ന് കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രാക്ടീസ് എങ്കിൽ ഈ ഡോക്ടറിന് വേണ്ടി അവർ വല്ലാതെ വെയിറ്റ് ചെയ്യും. അവിടെ ഈവൻ നേഴ്സസും കെയർ കൊടുക്കുന്നവരും പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറും എല്ലാം വെയിറ്റ് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിനെയും പേഷ്യൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കെയർ ഗീവർ ആരാണോ അവരെയൊക്കെ ഈ ഒരു ഡിലേ, ഈ പ്രഡിക്റ്റീവ് ടൈം ഫ്രെയിം നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളതിൽ നിന്ന്, ഒരു ഡിഫൈൻഡ് ടൈം ലൈൻ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളതിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനും കൂടെ നമുക്ക് പറ്റണം. AAC 10G വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ കണ്ട ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ പലതും ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ സർവീസിനും ഡിഫൈൻഡ് ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം, ടേൺ അറൗണ്ട് ടൈം കൃത്യമായിട്ട് മെൻഷൻഡ് ആയിരിക്കണം. അത് നമുക്ക് ഇവരോട് പേഷ്യനോട് ഇൻഫോം ചെയ്യാൻ കഴിയണം. അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ അതും ഇൻഫോം ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് ഡിലേയുടെ കാരണം ഉൾപ്പെടെ ഇൻഫോം ചെയ്യണം. AAC 10G.